കുറച്ച് ബാലൻസ് ഉള്ള മെറ്റീരിയൽസ് വെച്ചങ്ങാണ്ട് ഹെയർ ബോ അതുപോലെ ക്ലിപ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആദ്യം എൻ്റെ കയ്യിലുണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഇതുപോലത്തെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഒന്നിന് 3 രൂപ വെച്ചിട്ടാണ് കൊടുത്തിരുന്നത്. 3 രൂപ 4 രൂപ ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൽ ബാലൻസ് ഉള്ള കുറച്ച് ഫ്ലവറാണ്. അതിൽ ഒരു ഹെയർ ബോയും പിന്നെ അതുപോലെ ഒരു അലിഗ്രേറ്റർ ക്ലിപ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൽ ബാലൻസ് ഉള്ള തന്നെയാണ് കുറച്ച് ഫ്ലവർ, അതുകൊണ്ട് ഒരു ടിക്കും മേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തത് ക്ലിയർ ആയി പോയിട്ടില്ല, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ. പിന്നെ ഇനി സ്റ്റോൺ ലേസ് വെച്ചിട്ടുള്ള ഒരു ഹെയർ ബോണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം സ്റ്റോൺ ലേസ് നമ്മൾ കറക്റ്റ് അളവിനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇവിടെ വരണത്, ഈ ഫുള്ളായിട്ട് വെക്കണമെന്നില്ല, ഇത്ര വരുന്ന വീതിയിൽ വെച്ചിട്ട് നമുക്ക് ഒരു എൻഡ് ടാപ്പ് ഇത്ര വീതിയിൽ കട്ട് ചെയ്തിട്ട് ഇവിടെ ചുറ്റി കൊടുക്കാം. അങ്ങനെ അതുവരെ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ എൻഡ് ടാപ്പ് ചുറ്റി കൊടുത്താൽ നമുക്ക്, ഞാൻ ആദ്യം ഹെയർ ബോ ഒക്കെ മേക്ക് ചെയ്തിരുന്നത് ഗമ്മ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊണ്ടുവന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെക്കാട്ടി നല്ലതായിട്ട് തോന്നുന്നത് മറ്റേത് ഗമ്മ് ഇങ്ങനെ പോരുന്നതിനനുസരിച്ച് ഹെയർ ബോ ഇങ്ങനെ ഇളകി പോവുകയും ചെയ്തിരുന്നത്. അപ്പോൾ എൻഡ് ടാപ്പ് വെച്ചാൽ നമുക്കിതൊരു ഇളക്കം വരാതെ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്കിവിടെ ഗമ്മ് കൊടുക്കാം. എന്നിട്ട് ഓരോ സ്പേസിലും ഗമ്മ് ഇട്ടതിന് ശേഷം ഒരു അലിഗ്രേറ്റർ ക്ലിപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ച് നേരം അലിഗ്രേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അല്ലെങ്കിൽ B7000 ഗമ്മേറ്റ് ഒട്ടിച്ച് ഒന്നും അപ്പം തന്നെ ഒട്ടിപ്പിടിക്കില്ല. നല്ല ഗമ്മ തന്നെയാണ്, പക്ഷേ നമുക്ക് അപ്പം തന്നെ ഒട്ടിപ്പിടിക്കില്ല. ഗ്ലൂ ഗണ്ണിൻ്റെ മാതിരി കുറച്ച് വെക്കുക, അതുപോലെ പിന്നെ അലിഗ്രേറ്റർ ക്ലിപ്പ് വെക്കുക. അങ്ങനെ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഈ ഫ്ലവേഴ്സൊക്കെ മേക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം ഗമ്മ തേച്ചതിന് ശേഷം പിന്നെ അലിഗ്രേറ്റർ വെച്ച് കൊടുത്തൊക്കെയാണ് ചെയ്തിരുന്നത്. അതുപോലെ ഇത് ഫുള്ളായിട്ട് അങ്ങനെ കവർ ചെയ്തെടുക്കാം, ഗം അപ്ലൈ ചെയ്തിട്ട്. കുറേ മെറ്റീരിയൽസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മളെ മക്കൾക്കൊക്കെ അതുപോലെ കുറച്ച് വയർ ബോയും അതുപോലെ വൈറ്റ് ബീഡും ഉണ്ടെങ്കിൽ നമുക്ക് പൊട്ടിയ മാലേൻ്റെ ബീഡ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗമ്മൊന്നും ഇല്ലാതെ ഈ എൻഡ് ടാപ്പ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുക. എൻഡ് ടാപ്പ് ആകുമ്പോൾ പെട്ടെന്ന് ഇളകി പോവില്ല. എൻ്റെ ബീഡാകുമ്പോൾ ഗം ഉപയോഗിക്കുക, ബീഡ്സ് ഇടുക, ഗം ഉപയോഗിക്കുക, ബീഡ്സ് ഇടുക, അങ്ങനെ ചെയ്യേണ്ടി വരും. ഇത്രയും ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ ബാലൻസ് വന്നിട്ടുള്ള ഭാഗം ഒരു 4 ലേസോളം കട്ട് ചെയ്യുക. ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് അലിഗ്രേറ്റർ ക്ലിപ്പ് ഇടയിൽ വെച്ച് കൊടുക്കണം. ഒട്ടിപ്പിടിക്കാൻ നല്ല ഗം തന്നെയാണ്, പക്ഷെ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ കനത്തിൽ എന്തെങ്കിലും വെച്ച് കൊടുത്താലേ അത് അവിടെ അമർന്ന് കിടക്കുള്ളൂ. നമുക്ക് ലാസ്റ്റിലും കൂടി ഗമ്മ് തേച്ച് കൊടുക്കാം. പിന്നെ എപ്പോഴും ഗമ്മ് അടയ്ക്കാൻ മറന്നു പോകും, അതുകൊണ്ട് അതാദ്യം ശ്രദ്ധിക്കട്ടെ. ഇനി നമുക്ക് എൻഡ് ടാപ്പിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ചെറിയ പീസ് മതി, കാരണം ഗം ഉപയോഗിച്ചതല്ല. എന്നിട്ട് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം. ണ്ട് അപ്പോൾ നമ്മൾ ഹെയർ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മാച്ചാക്കി നമ്മളൊരു 2 ടിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിന് മാച്ചാക്കിയിട്ട് നമുക്ക് 2 അലിഗ്രേറ്റർ ക്ലിപ്പ് ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള വർക്കാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത്. ഒരു അലിഗ്രേറ്റർ ക്ലിപ്പ് എടുക്കുക, അതുപോലെ സ്റ്റോൺ ലേസ് എടുത്തിട്ട് ഇങ്ങനെ അളന്ന് നോക്കുക, എന്നിട്ട് കട്ട് ചെയ്യുക. അതേ അളവിന് തന്നെ വേറൊരു സ്റ്റോൺ ലേസ് എടുത്തിട്ട്
കട്ട് ചെയ്യും. 2 നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റോൺ ലേസ് വെച്ച് കൊടുക്കുക. ഇത്ര ഭാഗം വെച്ചാൽ മതി. ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നത് ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തും കൊണ്ടാണ് ചെയ്തത്. പക്ഷെ നമ്മൾ അലിഗ്രേറ്റർ ക്ലിപ്പ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അവിടുന്ന് ഒട്ടിപ്പ് പോരുകയാണ് ചെയ്തത്. പിന്നെ ഇതുപോലെ മറ്റേത് ഒട്ടിച്ച് കൊടുക്കുക. ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ സ്റ്റോൺ ലേസിനൊന്നും പെട്ടെന്ന് പോരൊന്നുമില്ല. കുറേ നമ്മൾ ചെയ്തിട്ട് പെട്ടെന്ന് പറഞ്ഞു പോരണമെന്നുള്ളത് കണ്ടിട്ട് ഇങ്ങനൊരു വർക്ക് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ വീഡിയോസിലുള്ളത്. ഇത് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഓരോ വർക്കാണ്. ഇനി ഇതുപോലെ ബാലൻസ് ആയിട്ട് കുറച്ച് മെറ്റീരിയൽ ഉണ്ട്, അത് വെച്ചിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ വീഡിയോ അയക്കാം.